അങ്ങനെ ഹോട്ടലിലെത്തി. ഞാൻ ജസ്റ്റ് ഹോട്ടലൊന്ന് കാണിച്ചു തരാം. സോ ആദ്യമായിട്ടാണ് നമ്മൾ യങ് ക്രിസ്മസ് അപ്പൂപ്പനെയും അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കാണുന്നത്. ഐ ഫീൽ സോ ഹാപ്പി റൈറ്റ് നൗ. സോ ഇവിടെ കുറേ ജ്വൽസൊക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ താമസിച്ച ഹോട്ടൽ. സോ നമുക്ക് നേരെ റിസപ്ഷനിലേക്ക് പോവാം. റിസപ്ഷനിലെത്തി ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യണം. ദെൻ ഒന്ന് ജസ്റ്റ് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം. ഇതാണ് ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഹോട്ടലിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു ലോഞ്ച് ഉണ്ട്, പിന്നെ വെയിറ്റിംഗ് ഏരിയ, അതുപോലെ തന്നെ ഇവിടെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് ഈ സീറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംതിങ് സ്പെഷ്യൽ, ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ആൻഡ് യാ, ഇറ്റ്സ് റിയലി ഗുഡ്. നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു ഇവിടെ താമസിച്ചത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ദി ഹോട്ടൽ കംപ്ലീറ്റ് ആയിട്ട് അവർ ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഒരു എന്താ പറയുക, പണ്ട് കാലത്ത് നമ്മുടെ ശിലായുഗം, ആ ഒരു ശിലകൾ കൊണ്ടുള്ള ഡെക്കറേഷൻസൊക്കെ ഫീൽ ചെയ്തു. ആൻഡ് ഇനി കാണാൻ പോകുന്ന ഈ ഒരു മഴത്തുള്ളികൾ പോലെ തോന്നുന്ന ഈ ഒരു ഡെക്കറേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കറിയില്ല എന്താ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം. പേഴ്സണലി ഞാൻ ലൈറ്റ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആൻഡ് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനായിട്ട് ഹൈദരാബാദ് ചൂസ് ചെയ്തത് എനിക്ക് വലിയ ഹാപ്പിനെസ് തരുന്നൊരു കാര്യമായിരുന്നു. കാരണം ഹൈദരാബാദ് ഞാൻ വന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഡെക്കറേഷൻ ബൾബ്സും ലൈറ്റും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ലിഫ്റ്റ് കയറി ഇതാ റൂമിലേക്കുള്ള വഴിയാണിത്. ജസ്റ്റ് റൂമിലേക്ക് കയറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റൂം. അപ്പം രാത്രി ഉറങ്ങാൻ കിടക്കാനുള്ള സമയമായി. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നു. സമയം 9:30 ആയിട്ടുണ്ട്. ഒന്ന് കിടക്കാം, അത്രയേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ച് വന്നായിരുന്നു കേട്ടോ. അതിന് ശേഷം എടുത്ത വീഡിയോ ആണിത്. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റു. രാവിലെ തന്നെ എന്താ പറയുക, എനിക്ക് പുറമെ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം കിട്ടും. അങ്ങനൊരു അസുഖം അല്ല, ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. സോ രാവിലെ തന്നെ എഴുന്നേറ്റു. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്ന് ജിമ്മിലൊക്കെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ എഴുന്നേറ്റു. ഒന്ന് ഫ്രഷപ്പ് ആവണം. അപ്പോൾ അതിന് മുന്നേ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എവിടേക്കോ കേട്ടിട്ടുണ്ട് നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നിങ്ങളുടെ ബെഡൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആകും എന്നൊക്കെ. ചുമ്മാ കേട്ടോ. ഹൈദരാബാദ് ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ അതിന് മുന്നേ ഈ കർട്ടൻ ഞാനൊന്ന് പൊങ്ങിക്കട്ടെ. അവരറിയുന്നേ ഇല്ല. അപ്പോൾ ഹൈദരാബാദ് സിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. ഇന്ത്യൻ പതാകയുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയൊരു രീതിയാട്ടോ. എവിടെയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂം സെലക്ട് ചെയ്ത് അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോണിൽ കളിച്ചും TV കണ്ടും പുസ്തകങ്ങൾ വായിച്ചും പിന്നെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ഞാൻ മാത്രമായിട്ട് കുറച്ച് സമയം. സോ എല്ലാവരും ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് മുഖം ഇങ്ങനെ അമർത്തി തുറത്താണ്ടിരിക്കുക. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വെള്ളം എടുക്കണം. ഇപ്പോൾ ജിമ്മിലേക്ക് പോകാൻ റെഡി ആവണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഇന്ന് പുറത്തേക്ക് പോകാനുള്ള പ്ലാന്. സോ ഫസ്റ്റ് നമുക്ക് മുടിയൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാവാം. മുടി ചെയ്യുന്ന സമയത്ത് മുടി അറ്റത്തുനിന്ന് ചീകിയിട്ട് മേളിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുടി പൊട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ
ടോയ്ലറ്റ് പരിപാടീസ് കഴിഞ്ഞു. ഇനി കുറച്ച് പഠിത്തമാണ്. ഇപ്പം റൂമിൽ നല്ലൊരു ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു റൂമൊക്കെ എടുത്ത് വന്ന് താമസിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഹൈദരാബാദ് സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫ്ലാസ്ക് കെറ്റിൽ ഓൺ ചെയ്തു. ദെൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അത് ചൂടാവാൻ വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടന്നു. പഠിക്കുക, അതൊരു മെയിൻ ഉദ്ദേശമാണ്. കാരണം എനിക്ക് പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് വളരെയധികം ഇഷ്ടമാണ്. സോ എനിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത് ആ ഒരു സമയത്തായിരിക്കും. സോ ഞാൻ എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ അലോണായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പേസാണ് ചൂസ് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ റൂമൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ നല്ല ഇഷ്ടമാണ്. നമുക്കിഷ്ടം പോലെ പഠിക്കാം, ഒരൊച്ചയോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സോ നല്ല രസമാണ്. അപ്പം ടൈം ലാപ്സിലിട്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട് പഠിക്കാനും. ആ ഒരു ടേബിളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു, ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ. ഇനി ഹലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല പൂളിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ജിമ്മിൽ പോയ സെയിം ഡ്രസ്സാണ്, അതിലൊരു കോട്ടിട്ട് അത്രയേ ഉള്ളൂ. നമ്മുടെ റോബോട്ട്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഫാസ്റ്റായിട്ട് അടിച്ചു വിടുക കേട്ടോ. കാരണം ഇത് എന്താ പറയുക, ഓരോ ഐറ്റം എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത് ലിറ്റിൽ ബിറ്റ് ബോറായിരിക്കും. സോ ഇതൊക്കെയാണ് ഞാൻ ആക്ച്വലി അവിടെ കഴിച്ചത്. ഞാൻ കഴിച്ചത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് ആയിട്ട് എടുത്തിട്ട് പോയിട്ട് കഴിച്ചിട്ട് പിന്നെ വരും, വേണ്ടതെന്ന് വെച്ചാൽ എടുക്കും. അങ്ങനെയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഫുഡ് ബുക്ക് ചെയ്യുമ്പോഴേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കഴിക്കാനായിരുന്നു ശ്രദ്ധിച്ചത്. പിന്നെ എന്താ പറയുക, ഡെസേർട്ട് എടുത്ത സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെയൊക്കെ. ബാക്കി യു വാച്ച് ആൻഡ് എൻജോയ്. ഇനി ഹൈദരാബാദിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണിച്ചു തരാം. നമുക്ക് കുളിച്ചിട്ട് വരാം. മുടി ഉണങ്ങി കിട്ടി. ഇനി മേക്കപ്പ്. എനിക്ക് എപ്പോഴും വരുന്നൊരു ഇഷ്യൂ കേട്ടോ, കണ്ണിൽ കൺമഷി ഇങ്ങനെ സ്പ്രെഡായി നിൽക്കും. അപ്പോൾ എൻ്റെ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് ഓവറായതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇനി ബാക്കി മേക്കപ്പ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഡേ 1 ഇൻ ഹൈദരാബാദ് ലുക്ക്. ഹെയർ എന്തായാലും ഓപ്പൺ ആയിട്ട് ഇടാൻ തീരുമാനിച്ചു. ആൻഡ് ഇതൊരു കുർത്തി അല്ലെങ്കിൽ ഒരു ചുരിദാർ സെറ്റാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് നല്ലൊരു ചുരിദാർ സെറ്റാണ്. ആൻഡ് റീസെൻ്റ്ലി മുടി മുറിച്ചതുകൊണ്ട് ഹെയർ ലെങ്ത്ത് കുറഞ്ഞതും എനിക്കൊരു തരി ഹെൽപ്ഫുള്ളായി മാറി. ആൻഡ് ഇവിടെ ഈ ഹോട്ടലിൽ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടു ഇങ്ങനെ മുത്ത് അവർ ചിപ്പിക്കുള്ളിലാക്കിയിട്ടും അല്ലാതെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മേ ബി ഹൈദരാബാദ്, എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഹൈദരാബാദ് മുത്തുമായിട്ട് എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് ആയിരിക്കാം. ആൻഡ് ഞാൻ രാവിലെ ജിമ്മിലേക്ക് പോയി പറഞ്ഞല്ലോ, പക്ഷേ എനിക്ക് ജിമ്മ് കാണിക്കാൻ പറ്റിയില്ല. കാരണം
ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേഷൻ. സോ ഞാൻ ജിമ്മ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ വലിയ ജിമ്മൊന്നുമല്ല, ഒരു ചെറിയൊരു ജിമ്മാണ്. ആൻഡ് ഇതൊരു സ്പാ സെൻറ്ററാണ്, നമുക്ക് സ്പായൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തോ ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. ആൻഡ് ഇത് ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ചാണ്. അവിടെ പോയി നല്ല വൃത്തിക്ക് ഒരു ഗേൾ ഫ്രണ്ട് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ മെനു ഗേൾ ഫ്രണ്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ ഓർഡർ ചെയ്തു. പക്ഷേ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം വലിയൊരു താലിയായിരുന്നു. ആൻഡ് ഐ കാൺട്ട് ഫിനിഷ് ദാറ്റ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ എൻ്റെ മുഖത്ത്. ആ ഫുഡ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഐ ഫീൽ സോ ഹാപ്പി. ഞാൻ എന്തെങ്കിലും വേസ്റ്റ് ചെയ്തില്ല എന്നൊരു സന്തോഷം എനിക്ക് കിട്ടി. പിന്നെ നേരെ പോയത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. ഈ ലേക്കായിരുന്നു നമ്മൾ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടത്. ആൻഡ് ഇവിടുന്ന് അവിടെ കാണുന്ന അതാണ് BR അംബേദ്കർ സ്റ്റാച്യു. ആൻഡ് ഇത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ആണ്, നേരത്തെ കണ്ട വൈറ്റ് ബിൽഡിംഗ്. ഇതാണ് സെക്രട്ടേറിയറ്റ്. ആൻഡ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ ഗൗതമ ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാൻ വേണ്ടിയാണ്. ഇത് അവിടുത്തെ മെയിൻ ദീപം. അതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ദീപമായിരുന്നു ആണിത് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൗതമ ബുദ്ധൻ്റെ ആ ഒരു സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റാച്യു അവർ ഒറ്റക്കല്ലിൽ കൊത്തിത്തീർത്തതോ അങ്ങനെ എന്തോ ആണ്. ആൻഡ് ഇത് റോഡ് ത്രൂ കൊണ്ടുവന്നതാണ്. 1702 കിലോമീറ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനതൊക്കെ വിട്ടു, മറന്നുപോയി. ആൻഡ് യെസ്, ആ ഒരു സ്റ്റാച്യു കണ്ടു. ഇതിൻ്റെ ആക്ച്വലി നൈറ്റ് വ്യൂ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നത്. അത് കാണാൻ വേണ്ടി കുറച്ച് അധിക സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഇംഗ്ലീഷുകാരനെ കിട്ടി. പുള്ളി ചെക്ക് റിപ്പബ്ലിക് എന്ന് ആയിരുന്നു. പുള്ളിയുടെ അടുത്ത് ചുമ്മാ ഇങ്ങനെ സംസാരിച്ച് ആ സ്റ്റാച്യൂയുടെ ബാക്കി നിങ്ങൾക്ക് ആ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുന്നുണ്ടോ, അത് നമ്മുടെ ഇന്ത്യൻ പതാകയുടെ കളറിലേക്ക് അതിനെ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഫൈനലി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അധിക സമയം ചിലവഴിക്കാനില്ലാത്തതുകൊണ്ട് നേരെ തിരിച്ച് ബോട്ട് കയറി. ആൻഡ് അടുത്ത് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ചാർമിനാർ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ മടക്ക യാത്രയിൽ സെക്രട്ടേറിയറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഹൈദരാബാദ് സിറ്റി തന്നെ ഇങ്ങനെയായിരുന്നു. ഇതാണ് ചാർമിനാറിലേക്കുള്ള ഒരു വഴി. ഞാൻ ഊബർ പിടിച്ചാണ് ഇവിടെ എത്തിയത്. ആൻഡ് ഓ മൈ ഗോഡ്, ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചുറ്റുള്ളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങോട്ടേക്കാണ് ഓടേണ്ടതെന്ന് മനസ്സിലായില്ല. അത്രയ്ക്കും കളർഫുള്ളായിട്ടുള്ള ഓരോരോ ഷോപ്സായിരുന്നു. ആൻഡ് എനിക്ക് ഈ ഷോപ്സൊക്കെ കണ്ടിട്ട് മതിയാവുന്നില്ല. വെഡ്ഡിങ് കളക്ഷൻസും ചെരുപ്പാണെങ്കിലും മാലയാണെങ്കിലും വളയാണെങ്കിലും ഒരുപാട് പലതരം സാധനങ്ങൾ. അയ്യോ, ആ ഒരു സിറ്റിയിൽ എനിക്ക് മെയിൻ അട്രാക്ഷൻ ഫീൽ ചെയ്തത് ഈ ഒരു ചാർമിനാറിൻ്റെ ചുറ്റിലുള്ള ഷോപ്സിൻ്റെ അടുത്താണ്. നമ്മളിപ്പോൾ പറയില്ല, ഒരു നാട് കാണാൻ പോയിട്ട് ആ നാട്ടിലെ മെയിൻ സാധനങ്ങളെക്കാളും കൂടുതൽ എനിക്ക് അവിടുത്തെ സാധനങ്ങളും അതിൻ്റെ പ്രൈസും ഐ റിയലി ലൈക്ക് ഇറ്റ്. എന്താ പറയുക, ഹൈദരാബാദിൽ നിന്ന് ആരെങ്കിലും നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാനൊരു ലിസ്റ്റ് അയച്ചു തരാം. അതെനിക്ക് വാങ്ങിയിട്ട് കൊണ്ടുതന്നാൽ ഞാൻ നാട്ടിൽ നിന്ന് പൈസ തരാം, വലിയ പൈസ ഞാൻ അയച്ചു തരാം. അങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ് എന്താ പറയുക, കൂടുതൽ ചിലവ് ചുരുക്കുക. ഓൾസോ നമ്മുടെ ലഗേജിൻ്റെ ആ ഒരു വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടാലും യൂസ്ഫുൾ ആണെങ്കിലും അത്യാവശ്യമാണെങ്കിലും മാത്രം വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ ട്രാവലിംഗ് അലവൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു എന്താ പറയുക ബെനിഫിറ്റായിട്ട് ഫീൽ ചെയ്യും. സോ ഞാൻ ആക്ച്വലി എനിക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് ആവശ്യത്തിലധികം സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ഈവൻ ബാഗാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒരുപാട് ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ ഞാൻ അവിടുന്ന് എനിക്ക് വീട്ടിൽ അമ്മയ്ക്ക് പേള് ഭയങ്കര കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ലൈക്ക് ഒറിജിനൽ പേള് വേണമായിരുന്നു. സോ അത് വാങ്ങിച്ചു. ആൻഡ് പിന്നെന്താ ബാഗ്, ഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷേ ആക്ച്വലി എനിക്ക് ആ കംപ്ലീറ്റ് നഗരം തന്നെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ചീപ്പാണ് ആ സ്ഥലം. അയ്യോ, ഐ കാൺട്ട് ഈവൻ ഇമാജിൻ. നമ്മളിവിടെ എത്ര പൈസ കൊടുത്തിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അവിടെ എല്ലാത്തിനും ചീപ്പ് റേറ്റാണ്. അടിപൊളിയായിരുന്നു എന്തായാലും. ആൻഡ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചാർമിനാറിൽ എത്തിയിട്ട് ചാർമിനാർ കണ്ടിട്ടില്ല. ചാർമിനാറിനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന കടകളാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് അവിടുത്തെ ഫേമസ് നിമ്ര കഫേ. ഇവിടുത്തെ ബൺ ആൻഡ് ബിസ്ക്കറ്റ് അതും ചായയും അടിപൊളി കോംബോ ആണെന്ന് ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ട് ഞാനും അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി ചായയൊക്കെ തിളമ്പി പോയി. ബട്ട് അതല്ലല്ലോ നമ്മുടെ സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒരു റിവ്യൂ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ആൻഡ് ബിയോണ്ട് വേർഡ്സ്
എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളില്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇറ്റ്സ് നോട്ട് എ ടേസ്റ്റ്, ഇറ്റ്സ് ആൻ ഇമോഷൻ. അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ബിസ്ക്കറ്റ് വായിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് സാധാരണ എങ്ങനെയാണോ കടിക്കുന്നത് ആ ഒരു ടേസ്റ്റേ അല്ല. എന്താണ് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അല്ലാതെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് അത് കഴിക്കാൻ വേണ്ടി നെക്സ്റ്റ് ഡേയും കൂടെ അവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ബട്ട് ആക്ച്വലി ലേറ്റ് ആയി പോയതുകൊണ്ടും ടയേർഡ് ആയതുകൊണ്ടും തിരിച്ച് റൂമിൽ പോയതാണ് ഉണ്ടായത്. ആൻഡ് ദിസ് ബൺ, മലായി ബൺ അങ്ങനെ എന്താ പേര് പറഞ്ഞത്. അവിടെ മെയിനായിട്ട് മലായിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മലായി കുൽഫി, മലായി ഐസ്ക്രീം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ മെയിൻ മലായി പാല് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. സോ ഈ ടേസ്റ്റ്, ഈ ബണ്ണിൻ്റെ ടേസ്റ്റ്, അയ്യോ എൻ്റെ അമ്മോ അത്രയ്ക്ക് സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും, അത്രയും അടിപൊളിയായിരുന്നു. ആൻഡ് നെക്സ്റ്റ് പോയത് ഒരു മിലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീം സെൻറ്ററിലാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ചു. ഇതും ഫേമസ് ആണ് കേട്ടോ, കാരണം ഇതും ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അവിടെയും ട്രൈ ചെയ്തത്. ആൻഡ് ഇവിടുന്ന് ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ചു. ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാനിവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ബോയ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഏതൊരു സ്പെസിഫിക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ തോട്ട് വാങ്ങിക്കൊടുക്കാം. ദെൻ ഐ ഡിസൈഡഡ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്ത് ആ കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോയി. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് യൂസ് ചെയ്തിട്ട് ഭിക്ഷാടനം, അത്ര തന്നെ.